ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവുമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 106 അതിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികൾ ആർ വർണ്ണിക്കും, അവൻ്റെ സ്തുതിയൊക്കെയും ആര് വിവരിക്കും. ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാൻ. യഹോവേ, നീ തിരഞ്ഞെടുത്ത നന്മ ഞാൻ കാണേണ്ടതിന്, നിൻ്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നതിന്, നിൻ്റെ അവകാശത്തോടുകൂടെ പുകയേണ്ടതിന്, നിൻ്റെ ജനത്തോട് ഉള്ള കടാശപ്രകാരം എന്നെ ഓർത്ത് നിൻ്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമുക്ക് യഹോവയെ സ്തുതിക്കുവാൻ, യഹോവയെ ആരാധിക്കുവാൻ കാരണമുണ്ട്. അവൻ നമ്മളെ ഇത്രത്തോളം നടത്തി, അവൻ നമ്മളെ ഇത്രത്തോളം പുലർത്തി. ആ കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്, ആ കർത്താവിൻ്റെ ദയ കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ ദയ, അവിടുത്തെ കാരുണ്യം, അവിടുത്തെ മനസ്സലിവ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്. ആ ക്രിസ്തുവിനെ നമുക്കൊന്ന് സ്തുതിക്കുവാൻ, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നമുക്കൊന്ന് പാടുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ദൈവത്തോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരൊത്ത്, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരൊത്ത്, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ വലഞ്ഞപ്പോൾ, മരുഭൂമിയിലെ എനിക്ക് ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിലെ എനിക്ക് ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ വലഞ്ഞപ്പോൾ
ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ വലഞ്ഞപ്പോൾ സ്വന്തം നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്ത് കൊള്ളാമെന്നുരച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ച ആ ദൈവത്തെ, ഇത്രത്തോളം സഹായിച്ച, ഇത്രത്തോളം പരിപാലിച്ച, നിൻ്റെ അനേക യാത്രകളിൽ, നിൻ്റെ അനേക വിമാനയാത്രകളിൽ, അനേക ദൂരയാത്രകളിൽ, നിൻ്റെ ജോലി മണ്ഡലങ്ങളിൽ ഇത്രത്തോളം സഹായിച്ച ഒരു ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ആരും സ്വന്തം ബുദ്ധിയിലോ ആരും സ്വന്തം കഴിവിലോ ഞാനിത് നേടിയെന്നോ, ആര് എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ഞാനിത് സമ്പാദിച്ചു എന്ന് പറയരുത്. പറഞ്ഞാൽ അത് നാശത്തിലേക്ക് പോകുവാനിടവരും, അത് നശിക്കുവാനിടവരും. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അതേ ആവർത്തന പുസ്തകം അതിൻ്റെ 8:17 വാക്യം, നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. നിൻ്റെ ദൈവമായ യഹോവ നീ ഓർക്കണം. നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാക്കന്മാരെ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും നീ നേടിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കഴിവിനോ നിൻ്റെ മിടുക്കിനോ അല്ല. ദൈവം നൽകിയിട്ടല്ലാതെ ആർക്കും ഒന്നുമില്ല. അവൻ സമ്പത്ത് നിനക്ക് ഉണ്ടാക്കുവാൻ നിനക്ക് ശക്തിയും ബലവും. അതുമാത്രമല്ല, അവൻ ദുഷ്ടനും നീതിമാനും അത് മഴയെയും ജലത്തെയും ഓക്സിജനും സൗജന്യമായി കൊടുക്കുന്നു. ഒരു നേരം നിനക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ അതേ നിനക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ബുദ്ധിയിലും എൻ്റെ ശക്തിയിലും ഞാൻ സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ ആ സമ്പാദ്യം കുറഞ്ഞ് അത് ശൂന്യതയായി ഒരു നാശത്തിലേക്ക് പോകും. എന്നാൽ നീ പറയേണ്ടത് ഇതാണ്, എൻ്റെ യേശു കർത്താവ്, എൻ്റെ ദൈവം എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു. എൻ്റെ കർത്താവാണ് എൻ്റെ സമ്പത്തുണ്ടാക്കുവാൻ സഹായിച്ചത്. എൻ്റെ കർത്താവാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിൽ ഉയർത്തുവാൻ സഹായിച്ചത്. എൻ്റെ കർത്താവാണ് എൻ്റെ കുടുംബത്തെ ഉയർത്തിയത്. എൻ്റെ കർത്താവാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി നൽകിയത്. എൻ്റെ കർത്താവാണ് എൻ്റെ മക്കളെ വിദേശ സ്ഥലങ്ങളിൽ ഉന്നത സ്ഥലങ്ങളിൽ നിർത്തിയത്. എൻ്റെ കർത്താവിൻ്റെ കൃപയാണ്, എൻ്റെ കർത്താവിൻ്റെ കാരുണ്യമാണ്, എൻ്റെ കർത്താവിൻ്റെ സ്നേഹമാണ്, എൻ്റെ കർത്താവിൻ്റെ ദയയാണെന്ന് പറയുവാൻ സാധിക്കണം. അവിടെ നമ്മളെ ഉയർത്തുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുന്നവരായി, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവനെ സ്തുതിക്കുന്നവനായി നമുക്ക് മാറുവാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഓരോ നന്മകളെ ഓർത്ത് ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും സാധിക്കണം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവർത്തികൾ ആർ വർണ്ണിക്കും, അവൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും. അതേ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സ്തുതികളും നന്മകളും നമുക്ക് വിവരിക്കുവാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ നമുക്ക് വർണ്ണിക്കുവാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എൻ്റെ പ്രിയ മാതാവേ,
നിൻ്റെ ബുദ്ധിയിലോ നിൻ്റെ ശക്തിയിലോ നീ ചെയ്തെന്നു പറയാതിരിക്കട്ടെ. അതേ, ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ കാരുണ്യത്താൽ ഞാൻ ഇത് ചെയ്തു. എൻ്റെ മകളെ ഉയർത്തി, എൻ്റെ മകളെ വിദ്യാഭ്യാസം ചെയ്തു, നല്ല ഒരു കുടുംബത്തിൽ അഴിച്ചു. അത് എൻ്റെ സമ്പത്ത് കൊണ്ട്, ഞാൻ അധ്വാനിച്ചുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറയാതിരിക്കട്ടെ. അതേ, ദൈവം കർത്താവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. യേശു ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. യേശു ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. യേശു ചെയ്ത അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് പറയുവാൻ, യേശുവിൻ്റെ കൃപയാൽ ഞങ്ങൾ ജീവിക്കുന്നു, യേശുവിൻ്റെ കൃപയാൽ ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നവരായി മാറട്ടെ. എൻ്റെ യേശു എൻ്റെ രോഗങ്ങളെ മാറ്റി, യേശുവിൻ്റെ കടഭാരങ്ങളെ മാറ്റി, യേശുവിൻ്റെ കുടുംബത്തിൻ്റെ ശാപത്തെ മാറ്റി, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റി എന്ന് പറയുവാൻ, യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ. നീ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ അവൻ നിശ്ചയമായി ആ യേശു നിന്നെയും ഉയർത്തും. നീ കർത്താവിനെ ഉയർത്തുന്ന വ്യക്തിയായി മാറട്ടെ. അതേ, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ പ്രേക്ഷകരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുനീരോടും പ്രയാസത്തോടും ഇരിക്കുന്ന കുടുംബ മണ്ഡലമേ, നീ ഭയപ്പെടേണ്ട. നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന ഈ യേശു കർത്താവ്, നീ അവനെ ഒന്ന് വിശ്വസിച്ചാൽ, ആ യേശുവിൻ്റെ മുന്നിൽ നീ ഒന്ന് കണ്ണുനീർ പൊഴിച്ചാൽ നിശ്ചയമായി നിനക്ക് ഉത്തരം നൽകുന്ന ഒരു യേശുവിനെ കാണുവാൻ സാധിക്കും. ആ കർത്താവ് നിൻ്റെ ഭവന മണ്ഡലങ്ങളിൽ വന്നിട്ടുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. കർത്താവെ കരഞ്ഞ് വളരെ തകർന്നിരിക്കുന്ന സഹോദരന്മാരുണ്ട്. ചില വ്യക്തിമണ്ഡലങ്ങൾ, ചില കുടുംബനാഥന്മാർ, മുന്നോട്ട് പോകുവാൻ പറ്റത്തില്ല. ഹബോനി ഷക്കാര ഹസ്തിയ, എൻ്റെ ജീവിതം മടുത്തിരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട്. അങ്ങനെ അവസ്ഥകളെ കൊണ്ടുവരുന്ന, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ നാസ്രീന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ, അത് കേൾക്കുമ്പോൾ തന്നെ ആ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് മാറുവാൻ യു കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹബു ഷെക്കലെ റാന്തോനി ഹസ്തിയ അബി കിയാന തോറ ഹസ്തി ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുകയാണ്. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, അന്ധകാര കോട്ടകൾ ഉടയട്ടെ, കുടുംബ മണ്ഡലങ്ങളിൽ നിന്ന് എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരം മാറട്ടെ. ക്രിസ്തുവാകുന്ന വെളിച്ചം കുടുംബത്തിൽ കടന്നു വരട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു. ഫൈനാൻസ് മേഖലകൾ തുറന്നതിനായി, കുടുംബത്തിൻ്റെ കടഭാരങ്ങളെ മാറ്റുവാൻ കർത്താവ് പുതുമേഖലകളെ തുറന്നതിനായി, കിട്ടുവാനുള്ള പെൻഡിങ് സാലറികൾ, ബില്ലുകൾ കർത്താവ് ചില വ്യക്തിമണ്ഡലങ്ങൾക്ക് തുറന്നതിനായി നന്ദി പറയുന്നു. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. ഈ യൂട്യൂബ് ചാനലിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള വ്യക്തിമണ്ഡലങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയ സഹോദര, വർഷങ്ങളായി നിനക്ക് കിട്ടുവാനുള്ള ചില പെൻഡിങ് സാലറികൾ സ്വർഗം ഇന്ന് തരുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. നീ ആ ദൈവത്തിനോട് നന്ദിയുള്ള വ്യക്തിയായി മാറട്ടെ. ഹൈ ഷെക്കിൽ റാന്ധോനിയ, ജനത്തെ അനുഗ്രഹിക്കുന്നു. ജനത്തിന് പുതു വഴികളെ കർത്താവെ നീ തുറന്നതിനായി നന്ദി പറയുന്നു. കഷ്ടതയോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളെ അവിടുത്തെ വചനമയച്ച് ആശ്വസിപ്പിച്ചതിനായി എല്ലാ തകർച്ചകളും മാറട്ടെ. കുടുംബത്തിൽ സമാധാനത്തെയും സമൃദ്ധിയും കൽപ്പിക്കുന്നു. കടഭാരങ്ങളെല്ലാം മാറട്ടെ. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിരാശയോടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ അവർക്ക് പുതിയ ജോലി മേഖല ഉണ്ടാകട്ടെ. ഭൗഷ്യ കേർ ഹത്യ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ചില പുതുമേഖലകൾ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബ മണ്ഡലങ്ങൾക്ക് ചില പുതുമേഖലകൾ സ്വർഗം ഇത് തുറക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ വിളിച്ചു വരുത്തിയവനായ ദൈവം. ഹേബോനി ഷെക്കേലിറിയാസിയ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. കണ്ണുനീരോടെയും നിരാശയോടെയും ഇരിക്കുന്ന പ്രിയ സഹോദരി, പ്രിയ മാതാവി, ഞാൻ ഈ ദൈവത്തെ വിളിച്ചുകൊണ്ട് എനിക്കൊന്നും പ്രതിഫലമില്ലെന്ന് പറഞ്ഞ സഹോദരി, നീ ഭയപ്പെടേണ്ട. നീ യേശുവിനെ അറിഞ്ഞതുപോലെ അറിയാത്തത് കൊണ്ടാണ്. ആ യേശുവിൻ്റെ കാൽക്കൽ, യേശുവിൻ്റെ അടുത്ത് ആര് വന്നാലും അവൻ കയ്യിൽ ഒന്നും തരാതെ അവൻ കാലിയാക്കി വിടുന്നവനല്ല. നിൻ്റെ എന്താവശ്യമുണ്ടോ നീ യേശുവിൻ്റെ സന്നിധിയിൽ വാ. അവിടെ നിനക്ക് പരിഹാരമുണ്ടാകും. പരിഹാരമില്ലാത്ത ഒരു വിഷയവും ചെയ്യുവാൻ പറ്റാത്തവനല്ല എൻ്റെ കർത്താവ്. അവൻ സർവത്തിൻ്റെയും ഉടയവനാണ്. ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെയും
മുഴുവനും വിളിച്ചു വരുത്തിയവനായ ദൈവം, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നിൻ്റെ വിഷയങ്ങളെ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നീ സമർപ്പിക്കുമ്പോൾ നിശ്ചയമായി നീ ഒരു അത്ഭുത വ്യക്തിയായി, നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില തകർന്നിരിക്കുന്ന വ്യക്തിയോട് പറയുന്നു. ഈ പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിന്നെ വിളിക്കുന്നു. ഞാൻ നിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് നീ വാതിൽ തുറന്നാൽ നിന്നോട് കൂടെയിരിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.